സർവശക്തൻ താതനുമായിടുമേക ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. ദൃശ്യാദൃശ്യങ്ങൾ സർവവും സൃഷ്ടിച്ചവൻ സ്രഷ്ടാവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ. സർവയുഗങ്ങൾക്കും മുൻപായി പിതാവിൽ നിന്നും ജാതനെന്നാൽ സൃഷ്ടിക്കപ്പെട്ടിടത്തോ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമവൻ താതനോടൊത്തു സത്തയിലേകനുമാ മധ്യകുലത്തിൻ രക്ഷയ്ക്കായി സദയം സ്വർലോകത്തിൽ നിന്നും അവൻ താണിറങ്ങി. കാലം പീഡകളേറ്റു ശ്രീവായി മരിച്ചു. സ്വലോകത്തിൽ ആരോഗ്യനായി സ്ഥിതി ചെയ്യൂ ദാതൻ തൻ വലം ഭാഗേ. നൽകും സത്യാത്മാവേകൻ ദിവ്യാത്മാവിലും വിശ്വസിക്കുന്നു ഞങ്ങൾ. പാപകടങ്ങൾ മോചിപ്പതിനായി നൽകിടുമേക മാമോദീസയും വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗ്ഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സഭയിൽ വിശുദ്ധ മർക്കോസ് സുവിശേഷകന്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. നാം ഇപ്പോൾ തിരുവചനത്തിൽ നിന്ന് ശ്രവിച്ചതും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായം അവസാന വചനങ്ങളാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് സുവിശേഷ പ്രഘോഷണത്തിന് പറഞ്ഞുവിടുന്ന സംഭവമാണ് നാം വായിച്ചു കേട്ടത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഒരു സുവിശേഷകന്റെ തിരുനാൾ ദിവസം തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പങ്കുവയ്ക്കാനാണ്. അത്
സകല സൃഷ്ടികൾക്കും സുവിശേഷമായി മാറണമെന്നുള്ള ആഹ്വാനമാണ് പറഞ്ഞത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടി നടത്തിയതിന് ശേഷം എല്ലാ സൃഷ്ടവസ്തുക്കളെയും മനുഷ്യന്റെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യൻ അവയ്ക്ക് പേരിടട്ടെ. എന്നിട്ട് എല്ലാ സൃഷ്ടവസ്തുക്കളുടെ മേൽ മനുഷ്യന് അധികാരം കൊടുത്ത് അതിനെ സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് വേണ്ടി. അതുപോലെ ഉത്ഥിതനായ ഈശോയും ആ ദൗത്യം തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സകല സൃഷ്ടികൾക്കും സുവിശേഷം ആകുവാനുള്ള ദൗത്യമാണ് മനുഷ്യകുലത്തിന് ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകിയിട്ടുള്ളത്. അത് മനുഷ്യർക്ക് സുവിശേഷമാകണം, ജീവജാലങ്ങൾക്ക് സുവിശേഷമാകണം, പ്രകൃതിക്ക് തന്നെ നാം സുവിശേഷമാകണം. അങ്ങനെ സകല ജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദൗത്യം ഉത്ഥിതനായ മിശിഹ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് ആ ദൗത്യം പേറേണ്ടത് ഈശോയുടെ നാമത്തിൽ ജീവിക്കുന്ന നമ്മുടെ വാക്കുകൾ നമ്മുടെ കൂടെയുള്ള വ്യക്തികൾക്ക് സുവിശേഷമായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ കൂടെയുള്ള വ്യക്തികൾക്കും നാം ആയിരിക്കുന്ന സ്ഥലത്തിനും സുവിശേഷമാകണം. ആ വലിയൊരു ചിന്ത ഇന്ന് ആദ്യമേ തന്നെ വചനം നമുക്ക് പങ്കുവെച്ചു തരുന്നു. പിന്നെ ഈശോ പറയുന്നു, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ. വിശ്വാസവും സ്നാനവും തമ്മിലുള്ള വലിയൊരു ബന്ധമാണ് ഇവിടെ കാണുന്നത്. മാമോദീസ മിശിഹായുടെ ജീവിതത്തിലുള്ള പങ്കുചേരലാണ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനമായി ഉണ്ടായിരിക്കേണ്ടത് അവനിലുള്ള വിശ്വാസമാണ്. ആദിമസഭയിൽ മുതിർന്ന വ്യക്തികളായിരുന്നു ക്രൈസ്തവ സമൂഹത്തിലേക്ക്, ക്രിസ്തു സമൂഹത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ അനുയായികളായി ചേർന്നിരുന്നത്. അതുകൊണ്ട് അവർ തന്നെ മിശിഹായിലുള്ള തങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുകയും അതിനുശേഷം മിശിഹായുടെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി മാറുകയാണ് ചെയ്തിരുന്നത്. മാമോദീസ സ്വീകരിച്ച് ഒരു ശരീരമായി മാറുന്നു. പിന്നീട് കാലം മാറി ക്രിസ്തു ശിഷ്യന്മാർ വളരുകയും ക്രൈസ്തവ സമൂഹം വളരുകയും ചെയ്തപ്പോൾ മുതിർന്നവരുടെ മാമോദീസ കുറയുകയും ക്രിസ്തു ശിഷ്യന്മാർക്ക് ജനിക്കുന്ന എല്ലാ വ്യക്തികളും ആ ക്രിസ്തീയ വിശ്വാസത്തിൽ ജനിക്കപ്പെടുന്നവർ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ തന്നെ മാമോദീസ സ്വീകരിച്ചിരുന്നു. ഇന്നും അപ്രകാരം പോരുന്നു. കാരണം മാതാപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ, മാതാപിതാക്കന്മാരുടെ ശരീരത്തിലും രക്തത്തിലും പങ്കാളിയാകുന്ന കുഞ്ഞുങ്ങൾ അവരുടെ തന്നെ വിശ്വാസത്തിൻ്റെയും പങ്കാളികളാണ്. അങ്ങനെ വിശ്വാസത്തിൽ ജനിക്കപ്പെടുന്നത് കൊണ്ടാണ് ശിശുക്കൾ തന്നെ മാമോദീസ സ്വീകരിക്കുന്നു. അങ്ങനെ ശിശുവായിരിക്കുമ്പോൾ മാമോദീസ സ്വീകരിക്കുന്ന ഓരോ ക്രൈസ്തവനും വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസവും മാമോദീസായും ഒന്നിനു പുറകെ വരേണ്ട ഒന്നല്ല, മറിച്ച് പരസ്പരം പൂരകങ്ങളാണ്. വിശ്വസിക്കുന്നവൻ വിശ്വാസത്തോടുകൂടി മാമോദീസ സ്വീകരിക്കുന്നു. മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി വിശ്വാസത്തിൽ ആഴപ്പെടുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെടുന്ന വ്യക്തിക്ക് അദ്ദേഹം മിശിഹായോട് ഒന്നായി മാറപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ്റെ കൂടെ മിശിഹായുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, മിശിഹ ചെയ്ത അടയാളങ്ങൾ. അതാണ് ഇന്ന് നാം സുവിശേഷത്തിൽ കേട്ടത്. 5 അടയാളങ്ങളാണ് ഇവിടെ പറയുന്നത്. പിശാചുകളെ പുറത്താക്കുവാനുള്ള കഴിവ്, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല, രോഗികളുടെ മേൽ കൈവയ്ക്കും. ഇതിലെ 3-4 കാര്യങ്ങൾ, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും
അത് അവരെ ഉപദ്രവിക്കുകയില്ല എന്ന്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സംശയം വരാം, എങ്ങനെയാണ് സർപ്പത്തെ കൈയെടുക്കാൻ മാരകമായ എന്ത് കുടിച്ചാലും വിഷമേൽക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? സഭാപിതാക്കന്മാര് ഈ തിരുവചനത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, ദൈവവചനം സ്വീകരിക്കപ്പെട്ട വ്യക്തി, ദൈവവചനം ധ്യാനിക്കുന്ന വ്യക്തിക്ക്, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗമായി മാറുന്ന വ്യക്തിക്ക് ഏത് ദുഷ്ടപാഷണ്ഡതകളോ വിഷത നിറഞ്ഞ പഠിപ്പിക്കലുകളോ ഒന്നും ഏൽക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം ദൈവവചനവുമായി ഒന്നായി മാറുകയാണ് എങ്കിൽ. മഹാനായ ഗ്രിഗറി പാപ്പ പറയുന്നുണ്ട്, ദൈവവചന പ്രഘോഷണത്തിലൂടെ തിന്മകളെ ഹൃദയത്തിൽ നിന്നും പുറത്തെടുക്കുന്ന വചനപ്രഘോഷകൻ യഥാർത്ഥത്തിൽ സർപ്പങ്ങളെ തന്നെ കയ്യിലെടുക്കുകയാണ് എന്ന്. അപ്പോൾ സർപ്പങ്ങളെ കയ്യിലെടുക്കുക, വിഷം ദ്രവങ്ങൾ കുടിച്ചാലും ഒന്നും ഏൽക്കുകയില്ല എന്നുള്ള ആ വചനഭാഗങ്ങൾ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അത് കേവലം ലിറ്ററൽ സെൻസിലല്ല, മറിച്ച് തിന്മയുടെ ശക്തിയെ ഭയപ്പെടേണ്ടി വരികയില്ല ഈ വിശ്വാസത്തിൽ ആഴപ്പെടുന്നവർക്ക് എന്നുള്ള രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് നാം ഈ വചനം ധ്യാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്കും കൊണ്ടുവരേണ്ട ഒരു ചിന്ത, ദൈവവചനത്തോട് ചേർന്ന് നിന്നാൽ മാമോദീസ വഴി ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളാകുകയും ആ വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്താൽ തിന്മയുടെ ഒരു ശക്തിയും പേടിക്കേണ്ടിയില്ല. തിന്മയുടെ പ്രലോഭനങ്ങളൊക്കെ കടന്നു വരും, പൈശാചികമായ പ്രലോഭനങ്ങളൊക്കെ കടന്നു വരും. എന്നാൽ ഒരിക്കലും അവയുടെ മുൻപിൽ പരാജയപ്പെടേണ്ടി വരികയില്ല. കാരണം ക്രിസ്തുവുമായി ഞാൻ ഒന്നാണ് എങ്കിൽ. തിരുവചനത്തിൽ നാം മുഴുവൻ കാണുന്നുണ്ട്, ഒരിക്കലും പൈശാചിക ശക്തികൾ ക്രിസ്തുനാഥൻ്റെ ശക്തിക്കെതിരായിരുന്നില്ല. ദൈവിക ശക്തി, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത്, ദൈവത്തിൻ്റെ വചനമുള്ളിടത്ത് പിശാച് പരാജയപ്പെടുകയാണ്. ഇന്ന് പിശാച് നമ്മളിൽ അധിവസിക്കുകയും നമ്മെ പിശാച് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കുന്നൊരു കാര്യം, ദൈവവചനത്തിൻ്റെ ശക്തി നമ്മളിൽ ഇല്ല, നാം ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന്. അപ്പോൾ പൈശാചിക ശക്തിയെ ഭയപ്പെടുക എന്നതിനേക്കാൾ അധികമായിട്ട് ഈശോയുടെ വചനത്തോട് ചേർന്ന് നിൽക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ തിന്മയെ നിന്ന് അകലുവാൻ വേണ്ടി ആകുലതപ്പെടും. തിന്മയിൽ നിന്ന് അകലുവാൻ ആകുലപ്പെടുന്നതിനേക്കാൾ അധികം നന്മയോട് ചേർന്ന് നിൽക്കുവാനുള്ള വ്യഗ്രതയുണ്ടാവുക, അതാണ് നമുക്കുള്ളത്. നന്മയിലേക്ക് നാം ആകുമ്പോൾ, നന്മ പ്രവർത്തിക്കുമ്പോൾ തിന്മയുടെ ശക്തി സ്വാഭാവികമായിട്ടും അകന്നു മാറിക്കൊള്ളും. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടി മാമോദീസ സ്വീകരിക്കുകയും മാമോദീസയുടെ ഫലങ്ങളിൽ ആഴപ്പെടുകയും ചെയ്താൽ തിന്മയുടെ ശക്തിയെ പേടിക്കേണ്ടി വരികയില്ല. അങ്ങനെ നന്മ ചെയ്യുന്നതിന് നാം കാണിക്കുന്ന വ്യഗ്രത, വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിന് നാം കാണിക്കുന്ന വ്യഗ്രത തിന്മയുടെ മേൽ വിജയം നേടുവാൻ നമ്മെ സഹായിക്കും. അതിനുള്ള കൃപ ആ ഉത്തമനായ മിശിഹ നൽകുന്ന ആ വലിയ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ഉൾക്കൊണ്ട് നമ്മളിൽ മിശിഹ വസിക്കുന്നു. ആ മിശിഹായോട് ചേർന്ന് നാം വസിക്കുമ്പോൾ തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തുവാനായിട്ട് നമുക്ക് പുതിയൊരു ഭാഷ നമ്മൾ രൂപം കൊള്ളുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷ. ആ സ്നേഹത്തിൻ്റെ ഭാഷ രൂപം കൊള്ളുവാനായിട്ട്, തിന്മയുടെ ശക്തിയെ തോൽപ്പിക്കുവാനായിട്ടുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചനം നമുക്ക് മാർഗദർശനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിശിഹായിൽ നിങ്ങൾക്കെല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.
പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 25-ാം വാക്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചോദ്യം നാം ചർച്ച ചെയ്യും. മത്തായി സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്നൊരു വാക്യമുണ്ട്. ഈ വാക്യമാണ് പലരെയും സന്നിഗ്ധാവസ്ഥയിലെത്തിക്കുന്നത്. ഈ വാക്യവും മുൻ നാളുകളിൽ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യം പോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന് മറ്റ് മക്കളുണ്ടായിരുന്നുവെന്ന്, അഥവാ യൗസേപ്പിതാവും മറിയവും തമ്മിലുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് മറ്റ് സന്താനങ്ങൾ ജനിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് പലരും ഈ വാക്യത്തെ ഉദ്ധരിക്കുക. പല കത്തോലിക്ക വിരുദ്ധ ഗ്രൂപ്പുകളും ഈ ഒരു വാക്യത്തെ അമിതമായി ആശ്രയിക്കുകയും അന്യായമായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ഇവിടെ ഈ വാക്യത്തിലൂടെ മത്തായി സുവിശേഷകൻ അർത്ഥമാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ വിഷയം. മത്തായി സുവിശേഷകൻ ഈ ഒരു കാര്യം എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യൗസേപ്പിതാവും മറിയവും തമ്മിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന പ്രസ്താവനയോടെയാണ് സുവിശേഷകൻ ഈ വിവരണം ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതായത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ജനിച്ച ഈശോ യൗസേപ്പിതാവിന്റെ മകനായിരുന്നില്ല. ദൈവപിതാവിന്റെ പ്രത്യേക കൃപയാൽ പരിശുദ്ധാത്മശക്തിയാലാണ് മിശിഹ മറിയത്തിന്റെ ഉദരത്തിൽ ഭൂജാതനായത് എന്ന സത്യം മത്തായി ഏറ്റു പറയുന്നു. അതേക്കുറിച്ച് ആർക്കും തർക്കം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ തർക്കവിഷയമായത് 1-ാം അധ്യായം 25-ാം വാക്യം. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന പ്രസ്താവനയാണ് ഇവിടെ വിവാദങ്ങൾക്ക് നിമിത്തമാകുന്നത് എന്ന് നമുക്കറിയാം. ഈ വാക്യത്തിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ ഇന്ന സമയം വരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹെയ്യോസ് എന്നാണ്. ഹെയ്യോസ് എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ വിവർത്തനം ചെയ്താൽ ഇന്ന സമയം വരെ എന്ന് വിവർത്തനം ചെയ്യാവുന്നു. എന്നാൽ മലയാളത്തിൽ ഇന്ന സമയം വരെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് അതിൻ്റെ വിപരീതമായത് സംഭവിക്കാൻ ഇടയുണ്ട് എന്നൊരു ധ്വനി ഉള്ളതായിട്ട് നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, മഴ പെയ്യുന്നത് വരെയും വിത്തുകൾ കിളുത്തില്ല എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വിത്ത് കിളുക്കാനുള്ള സാധ്യതയുണ്ട്. നീ വരുന്നത് വരെയും ഞാൻ ചോറുണ്ണില്ല എന്ന് പറഞ്ഞാൽ നീ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ണും എന്ന ഒരു ധ്വനി ആ പ്രസ്താവനയിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ മലയാളത്തിൽ തന്നെ നമുക്കറിയാം, ഇന്ന സമയം വരെ എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായത് സംഭവിച്ചു എന്ന് നിർബന്ധമൊന്നുമില്ല. മരണം വരെ അവര് തമ്മിൽ പിന്നെ മിണ്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. അതായത് തോമാച്ചനും അവറാനും തമ്മിൽ പിണങ്ങി മരണം വരെ പിന്നെ അവർ മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷം അവർ മിണ്ടാൻ തുടങ്ങി എന്ന അർത്ഥം നമുക്ക് ഊഹിക്കാനാവില്ല. അതുകൊണ്ട് ഓരോ ഭാഷയുടെയും ധ്വനികള്, ചില പ്രയോഗങ്ങള്, ശൈലികള് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷാ ശൈലി ശരിക്കും മനസ്സിലായെങ്കിൽ മാത്രമേ പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റൂ. ഉപയോഗിക്കുന്ന വാക്കുകളെക്കാളും ഉപരി അർത്ഥം കൈവരുന്നത് ആ ശൈലി പ്രത്യേകതകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്നുപയോഗിച്ച ഹെയ്യോസ് എന്ന വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് മലയാളത്തിലല്ല ഈ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്, നമുക്കറിയാം, ഗ്രീക്ക് ഭാഷയിലാണ്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വിശേഷണം കാണുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഉപയോഗം കാണുന്നത് മത്തായി 1:25. പുതിയ നിയമ ഗ്രീക്കിന് അവലംബമായി നിൽക്കുന്നത് പഴയ നിയമത്തിലെ ഗ്രീക്കാണ്. അതായത് സെപ്ത്വജിന്ത് ബൈബിളിന്റെ ഗ്രീക്ക് ശൈലി ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ്. ഹെയ്യോസ് എന്ന ഈ ഒരു
വിശേഷണം ഉള്ളത് സന്ദർഭങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് സാമുവേലിന്റെ 2-ാം പുസ്തകത്തിലാണ്, 6-ാം അധ്യായം 23-ാം വാക്യം. അവിടെ നാം കാണുന്നുണ്ട് ഹെയ്യോസ് എന്ന പദത്തിന്റെ ആദ്യ ഉപയോഗം. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: മരണം വരെ അവൾക്ക് സന്താനങ്ങൾ ജനിച്ചില്ല എന്നാണ്. മരണം വരെ സന്താനങ്ങൾ ജനിച്ചില്ല എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷം ജനിച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മലയാളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന സമയം വരെ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ 2 സാധ്യതകളുണ്ട്. എന്തൊക്കെയാണ്? അതിനുശേഷം അതിന് വിരുദ്ധമായത് സംഭവിച്ചു എന്നൊരു സാധ്യത മലയാളത്തിലുണ്ട്. എന്നാൽ ഹെയ്യോസ് എന്ന ഈ ക്രിയാവിശേഷണം ഉപയോഗിക്കുന്ന മുഴുവൻ സന്ദർഭങ്ങളിലും ഗ്രീക്കില് അപ്രകാരം ഒരു സാധ്യത ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. യേശയ്യായുടെ പ്രവചന ഗ്രന്ഥം 43-ാം അധ്യായത്തില് ഈ വിശേഷണം 10 തവണ നമുക്ക് കാണാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും ആവർത്തിക്കുന്നത് നിന്റെ ജീവിതാന്ത്യം വരെയും ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. നിന്റെ വാർദ്ധക്യം വരെയും ദൈവം നിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. വൃദ്ധനായി കഴിയുമ്പം ദൈവം നിന്നെ ഇട്ടേച്ച് പോകും എന്ന അർത്ഥത്തിലല്ലല്ലോ. അതായത് നിരന്തരം തുടരുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കുന്ന വിശേഷണമായിട്ട് വേണം ഗ്രീക്കിൽ ഹെയ്യോസ് എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കാൻ. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ഊന്നൽ നൽകാൻ വേണ്ടി പറയുന്നു. മരണം വരെ അവൾക്ക് സന്താനങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞാല് അത് അവൾക്ക് സന്താനങ്ങളെ ഉണ്ടായില്ല എന്നതിൻ്റെ ഊന്നലാണ് എന്ന് നമുക്കറിയാം. പുത്രനെ പ്രസവിക്കുന്നത് വരെ എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന്റെ ഇല്ലായ്മയെ, ശാരീരിക ബന്ധത്തിന്റെ അഭാവത്തെ സുവിശേഷകൻ ഊന്നിപ്പറയാൻ വേണ്ടിയാണ് ഹെയ്യോസ് എന്ന ക്രിയാവിശേഷണം ഉപയോഗിക്കുന്നത് എന്ന് ഗ്രീക്ക് ഭാഷാ ശൈലിയുടെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഇവിടുത്തെ വിവരിക്കേണ്ട പദം അറിയുക എന്ന പദമാണ്. ഗിനോസ്കോ എന്ന ഒരു പദമാണ് അറിയുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഈ പദത്തിന് അറിയുക എന്ന പദത്തിന്റെ സാമാന്യഗതിയിലുള്ള അർത്ഥം, ഇതിന്റെ വിവിധ രൂപങ്ങളായിട്ട് പഴയ നിയമവും പുതിയ നിയമവും കൂടി ചേർത്ത് ബൈബിളിൽ ഏകദേശം 1027 തവണ ഈ ഗ്രീക്ക് ക്രിയാരൂപം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ 1027 തവണകളിൽ 1021 തവണയും അറിയുക എന്ന ക്രിയയ്ക്ക് ഗിനോസ്കോ എന്ന ക്രിയയ്ക്ക് മനസ്സിലാക്കുക, ഗ്രഹിക്കുക, ദൈവിക വെളിപാട് സ്വീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. എന്നാൽ അപൂർവം ചില സന്ദർഭങ്ങളിൽ അറിയുക എന്ന ക്രിയയ്ക്ക് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊരർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന, അതായത് അവൻ തന്റെ ഭാര്യയെ അറിഞ്ഞു, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു എന്ന അർത്ഥത്തിലുള്ള 4-5 പരാമർശങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന പദത്തെ, അത് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു പദപ്രയോഗമായിട്ട് അതിനെ മനസ്സിലാക്കാൻ പലരും വ്യാഖ്യാനിക്കുന്നതും തത്രപ്പെടുന്നതും. ഹെയ്യോസ് എന്ന ക്രിയാവിശേഷണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം സ്വീകാര്യമല്ലാത്തവര് ഈ രണ്ടാമത്തെ വാക്കിനെ കുറിച്ചുകൂടി ചിന്തിക്കണം. രണ്ടാമത്തെ വാക്ക് അറിയുക എന്ന ക്രിയാരൂപത്തെക്കുറിച്ച്. അറിയുക എന്ന ക്രിയാരൂപം ബൈബിളിൽ ഉപയോഗിക്കുന്നത് 99% സന്ദർഭങ്ങളിലും അറിയുക എന്ന ക്രിയാരൂപത്തിന് വെളിപാട് സ്വീകരിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ആ അർത്ഥത്തിൽ എന്തുകൊണ്ട് ഈ വാക്യത്തെ മനസ്സിലാക്കിക്കൂടാ? പുത്രനെ പ്രസവിക്കുന്നത് വരെ യൗസേപ്പിന് മറിയത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന രക്ഷാകര പദ്ധതികളുടെ അർത്ഥം മനസ്സിലായില്ല, ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന അർത്ഥത്തിലാണ് മത്തായി സുവിശേഷകൻ ഈ വാക്യം ഇവിടെ എഴുതുന്നത് എന്ന് ന്യായമായി നിങ്ങൾക്ക് ഊഹിക്കാവുന്നു. കാരണം എന്താ? ഉണ്ണിമിശിഹായുടെ തിരുമുഖം കാണുന്നത് വരെയും
യൗസേപ്പ് പിതാവിന് ദൈവം മറിയത്തിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളുടെ അന്തരാർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന അർത്ഥത്തില് നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കാവുന്നതല്ലേ എന്ന് ചിന്തിച്ചു നോക്കും. അപ്പോൾ ഹെയ്യോസ് എന്ന ക്രിയയ്ക്കും ക്രിയാവിശേഷണത്തിനും അറിയുക ഗിനോസ്കോ എന്ന ക്രിയയ്ക്കും ഒരു വിധത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിന് മറ്റു മക്കൾ ഉണ്ടായി എന്ന അർത്ഥത്തിൽ ഒരു വ്യാഖ്യാനം നൽകാനുള്ള സാധ്യത ഈ മത്തായി സുവിശേഷകൻ നൽകുന്നില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കും. പലപ്പോഴും യൗസേപ്പും മറിയവും തമ്മിലുള്ള കുടുംബജീവിതം എപ്രകാരമായിരുന്നു എന്ന് വിശദീകരിക്കാൻ അറിയാൻ മേലാത്തവരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് സത്യമാണ്. അവര് ഭാര്യ ഭർത്താക്കന്മാരായിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അവര് തമ്മിൽ പിന്നെ യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കാനാകുമോ? ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം കന്യകയായിരുന്നു എന്ന് വാദിക്കാനാവില്ല എന്നൊക്കെയാണ് ഈ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ നിലപാടുകൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ എഫ്രൈം പിതാവ് ഇതിനെ വളരെ സുന്ദരമായിട്ട് ഒരു കീർത്തനത്തിലൂടെ വർണ്ണിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പ് പിതാവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എപ്രകാരമായിരുന്നു എന്നാണ് വിശുദ്ധ എഫ്രൈം വർണ്ണിക്കുക. അതിപ്രകാരം: പരിപാവനമാം വസ്തുക്കൾ നിറയും പെട്ടക സവിധത്തിൽ വിരവൊടു ശുശ്രൂഷകൾ ചെയ്യും ആചാര്യന് തുല്യം എന്നാണ് വിശുദ്ധ എഫ്രൈം പാടി പ്രാർത്ഥിക്കും. അതായത് വിശുദ്ധ സക്രാരിക്ക് മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്റെ വിശുദ്ധ മനസ്സോടെയാണ് ഈ മറിയത്തിന്റെ മുമ്പിൽ യൗസേപ്പ് വ്യാപരിച്ചിരുന്നത് എന്ന സത്യം. അതായത് ദാമ്പത്യ ബന്ധത്തിന് കേവലം ശാരീരിക തലത്തിന് അപ്പുറത്തേക്കുള്ള അർത്ഥതലങ്ങളെയാണ് യൗസേപ്പും മറിയവും തമ്മിലുള്ള കുടുംബജീവിതത്തില് വ്യക്തമാക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത്. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോഴാണ് യൗസേപ്പും മറിയവും തമ്മിലുള്ള ഈ വിശുദ്ധമായ കുടുംബജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ നാം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഒരുപക്ഷെ അശുദ്ധിയുടെ വലിയ പ്രവാഹം സംഭവിക്കുന്ന ആധുനിക ലോകത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്തതാണ് യൗസേപ്പും മറിയവും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ സംഭവിച്ച ഈ വിരക്തിയുടെ ദിവ്യമായ അർത്ഥതലങ്ങൾ എന്നത് സത്യമാണ്. പക്ഷേ നാം ആകുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, നമ്മുടേതായ കാഴ്ചപ്പാടുകൾ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യൗസേപ്പിനെയും വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റുന്നത് എന്ന സത്യം മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. ദൈവം വിശുദ്ധ യൗസേപ്പ് പിതാവിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മാവാം ദൈവമേ, സ്തുതി സ്തുതി സ്തുതി. മാനവനു പൂജിതനാമം, മോദമെഴുമാത്തിരുനാമം, പാരിതിനു ജീവൻ നൽകും മഹോന്നതമാത്തിരുനാമം വാഴ്ത്തിടാം വാഴ്ത്തിടാം, സ്നേഹകീർത്തനമേകാം.